ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആക്ച്വലി എൻ്റെ വ്ളോഗല്ല, ആനാൻ്റെ വ്ളോഗാണ്. ഇതിൻ്റെ ഇൻട്രോ ഇങ്ങനെ എടുക്കണത് എന്താ വെച്ചാൽ വേറെ ഒന്നും വിചാരിക്കരുത്. കാരണം നിങ്ങൾക്കും അറിയാം, ഹനാൻ വ്ളോഗ് ഇട്ടിട്ട് കുറേ ദിവസമായി. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ദുബായി പോയി വന്നതിന് ശേഷം ഇതുവരെ സത്യം പറഞ്ഞാൽ ഒരു ഒഴിവും കാര്യം കിട്ടിയില്ല. നമുക്കൊന്ന് വീട്ടിലിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് മനസ്സ് തുറന്ന് വ്ളോഗ് എടുക്കാനോ ഒന്നിനും സമയം കിട്ടിയില്ല. തിരക്കും കാര്യങ്ങളുമായിട്ട്, പിന്നെ പടത്തിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഈ വ്ളോഗ് എന്തിൻ്റെ വ്ളോഗാണെന്ന് വെച്ചാൽ, ഓൾറെഡി ഹനാൻ ഷൂട്ട് ചെയ്ത് വെച്ച വ്ളോഗ് അത് ഇൻ്റെ ചാനൽ കൂടെ അപ്ലോഡ് ചെയ്യാന്നുള്ള ഒരു ഇത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും വിചാരിക്കാതെ. അതിനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഫോൺ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫോണിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളും ക്ലിയർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ വിഷ്വൽസും കാര്യങ്ങളും കാണുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ വിചാരിച്ചിരുന്നത് ഈ ദുബായി പോകുന്ന സമയത്ത് നമ്മൾ ഇവിടം തൊട്ട് നമ്മൾ എയർപോർട്ടിൽ കയറുന്ന വരെയുള്ള ഒരു, എനിക്ക് തോന്നുന്നു കുറച്ച് നേരമുള്ള വ്ളോഗുണ്ട് ഇത്. അപ്പോൾ അത് ആക്ച്വലി നമ്മൾ അവിടെ എത്തി തിരക്കും കാര്യങ്ങളൊക്കെ ആയ സമയത്തും വിഷ്വൽസും കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ കയറി വന്ന സമയത്തും അത് മിസ്സായിട്ടുണ്ട്. അത് മിസ്സായി എന്ന് പറഞ്ഞത് അതിൻ്റെ കാര്യം ഓർമ്മയില്ല. ഇവിടെ വീട്ടിൽ വന്ന് ഫോൺ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് കാണുന്നത്. അപ്പോൾ ഹന എന്നോട് പറഞ്ഞു, ഇത് എന്തായാലും നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത ഒരു വ്ളോഗാണ്, ഇതൊരു കാര്യം ചെയ്തു ഈ എൻ്റെ ചാനലിൽ കൂടെ ഇട്ടോ, ഇത് വെറുതെ മിസ് ചെയ്യണ്ട, നമ്മൾ ഓഡിയൻസിന് ഒരിക്കലും ഒരു ബാഡ് ഇത് തോന്നരുത് എന്നുള്ള രീതിക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ചാനൽ കൂടെ എന്താ ഈ വ്ളോഗ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ വ്ളോഗ് എന്താണ് ഏതാണെന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കണ്ടിട്ട് വരും. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാൻ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. കാരണം എന്താ വെച്ചാൽ, ഈ മാസം അത്യാവശ്യം ഫുൾ വർക്കായി. അപ്പം വർക്ക് എടുത്തെടുത്തെടുത്തെടുത്ത് ഞാൻ എൻ്റെ വീട് സമയം, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ വീടാണ്. അതായത് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് എവിടെ പോകാൻ ആഗ്രഹം എന്ന് ചോദിച്ചാൽ, ഏത് നാട്ടിലേക്ക് ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹം ആര് ചോദിച്ചാലും എനിക്ക് ഏത് നാട്ടിലേക്ക് ട്രിപ്പ് പോകണമെന്നെക്കാട്ടിലൊക്കെ ഇഷ്ടം എനിക്ക് എൻ്റെ വീട്ടിൽ ഇമ്മാരൊക്കെ ആയിട്ടിരുന്ന് രാവിലെ ഇവിടുന്ന് ഒരു പുട്ടും ഒരു ചായയൊക്കെ കുടിച്ച് അതിൽക്കൊരു ചെറുപയർ കറിയൊക്കെ ആക്കി ഉച്ചക്കൊരു ചോറ്, അതുപോലെ തന്നെ ഒരു താളിപ്പ്, മോര് കറി, അതിൽ കുറച്ച് കരിഞ്ഞ ബീഫ്, അതൊക്കെ ഇങ്ങനെ അടിച്ചിങ്ങനെ ഒന്ന് ഉച്ചക്ക് മയങ്ങി ഒന്ന് വൈകുന്നേരം നീച്ച് അതിൽക്കൊരു ചായയും റസ്ക്കും അല്ലെങ്കിൽ കുറച്ച് അവലൂസും പൊടി, എന്നിട്ട് ഇങ്ങനെ രാത്രിയായി അല്ലേ, എന്നിട്ട് ഇപ്പോൾ മഷീനൊക്കെ ഇങ്ങനെ ഇരുന്ന് ആ ഒരു ലൈഫാണ് എനിക്കിഷ്ടം. അപ്പോൾ ആ ലൈഫ് എനിക്ക് ഈ മാസം, കഴിഞ്ഞ മാസം, മുമ്പത്തെ മാസം കിട്ടിയില്ല. കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ മിസ് ചെയ്യണ എൻ്റെ ലൈഫിൽ പെട്ട മെയിൻ കാര്യമാണ് ആ സംഭവം. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ നമ്മളെ കോഴിക്കോട് പരിപാടി കേട്ടോ. മാഷാ അല്ലാഹ്, അവിടെ വന്ന ആൾക്കാരോട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അതായത് ലുലുമാളിൻ്റെ പാർക്കിംഗ് എല്ലാവരും കണ്ടു കാണും. ലുലുമാളിൻ്റെ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ഏരിയയാണ്, അതിന് അറ്റല്ല. അപ്പോൾ അറ്റല്ലാത്ത ഈ പാർക്കിംഗ് നിറയെ ഇന്നലെ ആൾക്കാർ വന്നതിനൊക്കെ നമ്മളെ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം. എനിക്കറിയാം നിങ്ങൾ ഈ വന്നൊരു വ്ളോഗ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് ഫാമിലീസ് ഉണ്ടാകും, ഒരുപാട് ഉമ്മമാർ, കുട്ടികൾ. ഞാൻ ഹിൻലേഴ്സിൻ്റെ ടീഷർട്ട് എന്ത് ചെയ്തിരുന്നു, എല്ലാവർക്കും ഒരെട്ടാക്ക് ഞങ്ങൾ ഹിൻലേഴ്സിൻ്റെ ടീഷർട്ട് കൊടുത്തിരുന്നു കേട്ടോ കാണികളിൽ. അപ്പോൾ അതിൽ 4-5 കൊടുത്ത കുട്ടികൾക്കാണ്, ബാക്കിയുള്ളത് വലിയവർക്ക് കൊടുത്തത്. സോ കുട്ടികളെ എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പോൾ ചെറിയ കുട്ടിയൊക്കെ ഞാൻ കയ്യിൽ കൊടുത്ത്. അപ്പം അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എവിടെ പോവുകയാണെന്നുള്ളത് സർപ്രൈസാണ്. എല്ലാ വർഷത്തെയും പോലെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പറയണില്ല. ഏതാണ് ടീഷർട്ട്? ഹില്ലേഴ്സിന്റെ അറബിക് ജില്ല. അപ്പം ദുബായിൽ പോകുമ്പോൾ സ്പെഷ്യലി ഇടാൻ വേണ്ടി ഞങ്ങൾ ഹിൻലേഴ്സ് തയ്യാറാക്കി. ഹിൻലേഴ്സിൻ്റെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച ടീഷർട്ടാണ് ഹിൻലേഴ്സ് ദുബായ്, ഹിൻലേഴ്സ് GCC എഡിഷൻ. എവിടെയാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ബഹുമാനപ്പെട്ട നൂറ അവർകൾ ഇന്ന് രാവിലെ തന്നെ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. എന്തിനാണ് വന്നത്? ഡീടാൻ ചെയ്യാൻ. അപ്പോൾ ഡീടാനിഫിക്കേഷൻ ഞാൻ പണ്ട് നൂറ ചെറിയ കുട്ടിയായപ്പോൾ ഒന്ന് ചെയ്തപ്പോൾ തന്നെ മൂന്തൊക്കെ പടം പൊള്ളി തെളിച്ചു. എപ്പോഴാണ് പിന്നെ ഞാൻ ഇമ്മ കണ്ടത് അപ്ലിക്കബിൾ ടു 18+ ഓൺലി എന്നുള്ളത്. പിന്നെ അന്ന് ആകെ പുറത്തം വിട്ടു. പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ മറ്റേ തണുത്തോളം ഐസ് കട്ടൊക്കെ ഇട്ടോ വരുത്തിയാണ്ട് ബ്യൂട്ടീഷ്യൻ ചെയ്തു. ഞാൻ എൻ്റെ കോഴ്സൊന്നും പഠിച്ചിട്ടില്ലേ. അപ്പം ഇന്നത്തെ ഡീറ്റാൻ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായില്ലേ? നമ്മൾ അതിനനുസരിച്ചുള്ള ചെറിയ കുട്ടിയൊക്കെയുള്ള ക്രീം വാങ്ങി. അപ്പം നൂറ ഓണം പരിപാടിക്ക് ഇങ്ങോട്ട് വെയിൽ കൊണ്ടിട്ട് ഇങ്ങോട്ട് വേറെ ഞാനും നൂറൊക്കെ എന്ത് ചെയ്തു, ഒരുമാതിരി കോലത്തിലായിട്ടുണ്ട്. അതായത് സ്കിന്നൊക്കെ ടൈറ്റായി അങ്ങനായി. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മളിന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്തു അല്ലേ? എന്താ നമ്മൾ ചെയ്തത്? ഇങ്ങനെ ഇത് ഇപ്പച്ചിൻ്റെ ഫോണാട്ടോ.
ഇപ്പച്ചിൻ്റെ പണി ഇതാണ്. ഇങ്ങോട്ട് വാ കെൻസ്, ഇങ്ങോട്ട് വാ. വ്ളോഗ് കാണുക, കമൻറ്റ് വായിക്കുക, എന്നിട്ട് നല്ല കമൻറ്റൊക്കെ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ കുത്തിറക്കുക. സാറാണ് കാര്യങ്ങൾ ഓക്കെയാണ്. അപ്പം എനിക്ക് കമൻറ്റ് ഇടുന്നവരോടൊക്കെ പറയാനുള്ളത്, കമൻറ്റ് ഇടുന്ന ഇപ്പച്ചി അത് കണ്ടോളൂ, ഇപ്പച്ചി അത് കണ്ടോളൂ, ഇപ്പച്ചിക്ക് വേണ്ടിയുള്ള കമൻറ്റ് ഇട്ടുണ്ടോ. അപ്പോൾ ഇപ്പച്ചിനെ എല്ലാവരും കമൻറ്റിലെല്ലാം മോട്ടറാക്കിക്കൊണ്ട്, കാരണം കമൻറ്റ് ഇത്രത്തോളം വായിക്കണം. ഞാൻ കമൻറ്റ് ലൈക്ക് ഇട്ടിട്ട് അടിച്ച് പോകാമെന്നല്ലാണ്ട് കമൻറ്റ് ഇങ്ങനെ വായിക്കാതിരിക്കില്ല. കമൻറ്റ് വായിക്കാതിരിക്കണ മെയിൻ ആളാണ് ഇപ്പച്ചിട്ടാ. അപ്പോൾ ഇപ്പച്ചി നിങ്ങളെ കമൻറ്റ് കാണും. ഇന്നിട്ട വ്ളോഗ് ഓണമാമാങ്കം പാർട്ട് 2 ആണ് ഇപ്പച്ചി കണ്ടത്. എന്താ വർത്താനപ്പാ പായല കുഞ്ഞോളെ, ഞങ്ങൾ പോയി വരാം. എന്ത് തോന്നുന്നു? അതായത് ഇപ്പോൾ വീട്ടിൽ ഞങ്ങളെ കിട്ടുന്നില്ല. വീട്ടിലിപ്പോൾ നാട്ടുകാരൊക്കെ വീഡിയോയിൽ കാണുന്ന പോലെയാണ് ഇപ്പോൾ നമ്മളെ കാഴ്ച. മനസ്സിലായില്ലേ? വാഴ 3 കൂടി വെക്കേണ്ട ഭാഗമാണ് കാണാൻ. പ്രയോജനമില്ലാത്തതുകൊണ്ടല്ല, കാണാൻ. അതപ്പോൾ കൽക്കലും അതന്നെ അതന്നെ കിട്ടും. അതന്നെ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. ഏതായാലും പിന്നെ ഇപ്പോൾ ഈ പോക്ക് എങ്ങട്ടാ പറഞ്ഞിട്ടില്ല, പറയണ്ട, റിവീൽ ചെയ്യുന്നില്ല. ഓക്കെ. ഏതായാലും ചെല്ലുന്നിടത്തൊക്കെ എന്ത് ചെയ്യുക, പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, പുതിയ വള്ളികൾ, പുതിയ അനുഭവങ്ങൾ ഉണ്ടാക്കി തീർക്കുക. ഇതൊക്കെ ചാൻസ് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ ഇതാക്കാൻ വേണ്ടി നോക്കുക. പിന്നെ എന്താണ്, ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ ഇപ്പച്ചിൻ്റെ ഒക്കെ ആഗ്രഹമായിരുന്നു പുറം നാടുകളിലൊക്കെ പോയി പുറമേനിയൻ ഗാനങ്ങൾ പാടണം എന്നുള്ളത്? എൻ്റെ ആഗ്രഹമാണോ? അല്ല അല്ലേ? എനിക്ക് ഇല്ല. ഞാൻ ഒരു ടീച്ചറാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നു ചെറുപ്പത്തിൽ. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു പാട്ടുകാരനാകാൻ ഞാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ എനിക്കൊരു പാടാനൊരു കഴിവ് കൂടുതലായിട്ടില്ലെങ്കിലും, വലിയൊരു ഗായകനായിട്ടൊന്നും അറിയപ്പെട്ടില്ലെങ്കിലും അത്യാവശ്യം ഒരു സദസ്സിലേക്കൊക്കെ എത്തുമ്പോൾ ആളുകളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പാടുക. ഒരു മോശമല്ലാതെ അടിപൊളി വലിയ ഹായ് എന്നും പറയണ്ട, അയ്യേന്ന് പറയും ചെയ്യരുത്. അതിൻ്റെ ഇടയിലൊരു മീഡിയം ലെവലിൽ പാടാൻ പറ്റും. അതിപ്പോൾ ഇന്നും അങ്ങനെ. ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കിട്ടാത്ത ചാൻസാണ്. ഞങ്ങൾക്ക് 99 ദൂരദർശനിൽ ഇതാ പൊക്കിയിരിക്കുന്നു. ഇപ്പച്ചിനെ പൊക്കി നമ്പർ കാണിച്ചു കൊടുക്കല്ലേ? നമ്പർ കാണിച്ചു കൊടുക്കല്ലേ? ഫോൺ നമ്പർ കാണിച്ചു കൊടുക്കും. ഫോൺ നമ്പർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മലപ്പുറത്തെ എഴുത്തുകാർ, അപ്പോൾ ഒരു ബുക്ക് ഉണ്ട് കേട്ടോ, അതിൽ കുറേ എഴുത്തുകാരുണ്ട്. സിദ്ദീഖ് ഹസൻ എ ആനുകാലികങ്ങളിൽ കവിതാ ലേഖനം, ഗാനങ്ങൾ എന്നിവ എഴുതുന്നു. കൗൺസിലറും പ്രഭാഷകനുമാണ്. നിലമ്പൂർ BRCയിൽ SSA ട്രെയിനറായി ജോലി ചെയ്യുന്നു. കേരള മാപ്പിളകലാ അക്കാദമി ജില്ലാ പ്രസിഡന്റ്, ഇന്ത്യൻ ചാരിറ്റബിൾ സെന്റർ സ്റ്റേറ്റ് കൺവീനർ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിക്കുന്നു. വിവിധ ടെലിവിഷൻ ചാനലുകളിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. റിയാലിറ്റി ഷോ സ്റ്റാർ. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത് അറിയാം. ഇപ്പോൾ ആൾക്കാർ ഓടി വന്നിട്ട് വെച്ചാണ് ഹനാൻ ഷാൻ്റെ ഫാദറല്ലേ മമ്മൂട്ടിനോട് കേട്ടല്ലോ. KP മമ്മൂട്ടിനോട് ഇന്നേ വരെ ഒരാളും പോയി ചോദിച്ചിട്ട് ദുൽഖർ സൽമാൻ്റെ വാപ്പയല്ലേ ചോദിച്ചില്ല. തിരിച്ചാണ്, നിങ്ങളെ മകനല്ലേ അങ്ങനെ ചോദിക്കണ്ടേ. ആളുകൾക്ക് എന്തോ തെറ്റെവിടെയോ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇപ്പച്ചിനെ കാണുമ്പോൾ എല്ലാവരും നിങ്ങളെ മകനല്ലേ ഹനാൻ ഷാ അങ്ങനെ ചോദിക്കണം. അതാണ് അതിൻ്റെ ഒരു ശരി. അങ്ങനെയല്ലേ? അപ്പൊ കമന്റ് ഇടാം. അങ്ങനെ എല്ലാവരും കമന്റ് ഇടാം, ഹൃതിക് ഹസന്റെ മകനാണ് ഹനാൻ ഷാ. അതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ശരിയാണ്. പിന്നെ മാപ്പിള കലാ അക്കാദമി ഞാൻ അതിന് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ആളാണ്. കലകളെ എന്നും സ്നേഹിക്കുന്ന, അതിന് ആ കലാകാരന്മാരെ ആദരിക്കുന്ന, അവർക്ക് വേണ്ടി. കാരണം വെച്ചാൽ എൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, എല്ലാറ്റിനും ഏത് കലക്കും അതിൻ്റെ ഒരു ഭയങ്കര ഒരു ഇതുണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഇത് നല്ലൊരു ആർട്ടാണല്ലോ കാണിച്ച്. ഇത് നല്ലൊരു കുട്ടി തന്ന എനിക്ക് ഇതെന്താ എഴുതിക്കണ അറിയോ? ഇതാര് തന്നറിയോ? ഹനൂന അബ്ദുൾ റഷീദ്. ഹനാൻ, ഇത് അറബിക്കിൽ ഹനാൻ ഷാ എന്നാട്ടാ. പിന്നെ ഇഹ്സാൻ, പിന്നെ അഫീഫ്, ഇപ്പച്ചി, ഇമ്മച്ചി. അവിടെ എഴുതിയിട്ടില്ല. ഓക്കെ, നല്ല ഈ ആർട്ട് ഉഷാറായിട്ടുണ്ടോ? സൂപ്പർ വർക്ക്. അപ്പം ഒരു ലോഡ് സമ്മാനങ്ങൾ പെരയിൽ ഒന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. എടുത്ത് കാണിക്കാനുള്ള ടൈം അനുവദനീയമായ സമയമല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഓടുന്നത്. ഇത് ഇന്നലെ വരച്ചെന്നാട്ടോ ഒരു ചെക്കന് ബിഷാർട്ട് വരച്ചെന്നാട്ടത്. ജീവനുള്ള ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങളൊക്കെ കേട്ടോ. ഈച്ചോ എല്ലാം എടുത്തിച്ചോ. ഞാൻ നേരത്തെ കേക്ക് കാണിച്ചു കൊടുത്തോ.
കേട്ടോ ഇഷ്ടപ്പെട്ടൊരു ഇതാണ് ഇഷ്ടപ്പെട്ടൊരു ഇമേജാണ്. ഇമേജാണ് ഇങ്ങനെ നമ്മളൊരു ഏറ്റവും നല്ല ഈ ഫോട്ടോ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നൊരു അത് നല്ലൊരു ഇതാണ് കഴിഞ്ഞൊരു ഫോട്ടോ ആണത്. ക്രാഫ്റ്റ് ടാസ്റ്റിക് അതിന് സൂപ്പറായില്ലേ? നമ്മളെ അതിന് വലിച്ചു അത് വേണ്ട ഇരുത്തി വലിക്കും ഇങ്ങനെ. ഇനി പുറത്തേക്ക് എന്നിട്ട് ഒരു മൂന്നെണ്ണത്തിൽ ഇട്ടോളൂ. സൂപ്പറല്ലേ? അപ്പൊ AJV നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. ബാംഗ്ലൂരിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന AJV ഇന്നലെ കറക്റ്റ് ഏത് പരിപാടിക്ക് എത്തി? കോഴിക്കോട് പരിപാടിക്ക് എത്തി. എങ്ങനെയുണ്ടായിരുന്നു കോഴിക്കോടത്തെ ക്രൗഡ്? സീൻ ക്രൗഡ് മാഷാ. അത്രയും സൂപ്പർ സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരാണ് വന്നി. ഓരോരുത്തരോടും നന്ദിട്ട്. അതായത് നിങ്ങൾ അത്രയും പേര് വന്നുകൊണ്ടാണ് ഇന്നലെ ആ പരിപാടി അങ്ങനെ വിജയമായത്. സോ എല്ലാവരോടും നന്ദി. നമ്മൾ ഇന്നലെ സത്യം പറഞ്ഞാൽ നമ്മളെ പെർഫോമൻസ് ടൈം 2 hour ആണ്. നമ്മൾ 1 മണിക്കൂർ പെർഫോം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് പാട്ടുകൾ പാടാൻ ബാക്കിയുണ്ട്. എല്ലാവരും വിചാരിക്കും കുറച്ച് പാട്ടുകളേ ഉള്ളൂ. അങ്ങനെയല്ല, നമുക്ക് അലോക്കേറ്റ് ചെയ്ത ടൈമിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ആ 1 മണിക്കൂറിൽ തന്നെ നമ്മൾ 50 മിനിറ്റ് 45 മിനിറ്റ് വരെ വെട്ടി ചുരുക്കിയിട്ടാണ് 10 മിനിറ്റിന് മുന്നിൽ തീർക്കാനുള്ള പരിപാടി ചെയ്തത്. സോ അങ്ങനെയാണ് ഇന്നലെ പരിപാടി കഴിഞ്ഞത്. അപ്പോൾ ഇനിയും ഇൻഷാല്ല നമ്മൾ ഫുൾ ടീമായിട്ട് ഇപ്പോൾ ഇന്നലെയൊക്കെ KPക്ക് ഒന്നും ഒരുപാട് പാട്ട് പാടാൻ പറ്റിയില്ല, ഫാത്തിമക്ക് ഒരുപാട് പാടാൻ പറ്റില്ല, ഈച്ചുവിന് പാടാൻ പറ്റിയില്ല, എനിക്ക് പാടാൻ പറ്റില്ല, നിഹാൽക്ക കുജുബർക്കൊക്കെ ഒന്നും പാടാൻ പറ്റില്ല. സോ നമ്മളെല്ലാവരും അടിച്ച് പൊളിച്ചൊരു 2.5 hour സ്ട്രെച്ചിൽ ബെഞ്ചി അടക്കം ഇൻഷാല്ല കോഴിക്കോട് വരും. അത് നമുക്ക് കളറാക്കണം, പവറാക്കണം, സൂപ്പറാക്കണം. അപ്പം പോകാനുള്ള ഒരുക്കങ്ങൾ നോക്കല്ലേ? മൂടി അടച്ചാ എങ്ങനെയുണ്ട്? വലിപ്പം എങ്ങനെ ഉണ്ടല്ലേ? ഇത് ചെറുതല്ലേ, ഇത് എത്ര വലുതായി? സെറ്റല്ലേ? അത് വലുത് വാങ്ങി, വലുത് വരുത്തിച്ച. ഇല്ല, പാസ്പോർട്ട് എടുത്തോ? ഓക്കെ. അപ്പം ഇന്നത്തെ വ്ളോഗ് നമുക്ക് എടുത്തു തരുന്ന ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. എൻ്റെ കണ്ണിലുണ്ണിയും നമ്മളെ സ്വന്തം ആളാണ് കേട്ടോ. ഇന്ന് കോഴിക്കോടിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും കെൻസ് അവർകൾ. അപ്പോൾ കെൻസ് അവർകളും അതിനും അവർകളൊക്കെ നമ്മളെ പരിപാടിക്ക് വീഡിയോ എടുക്കാനും കൂടെ നിൽക്കാനൊക്കെ എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു കെൻസ പരിപാടി ഇന്നലത്തെ? പരിപാടി വൻ പരിപാടിയല്ലേ, സൂപ്പറായിന്. നല്ല ക്രൗഡ്, നല്ല എനർജി ഉള്ള ക്രൗഡ്, നല്ല വൈബ് പരിപാടി. അപ്പം ഉമ്മച്ചിക്ക് ഒരു ലോഡ് അച്ചാർ ഇവിടെ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഉമ്മച്ചീസ് അച്ചാർ. അപ്പോൾ നമ്മൾ ഇവിടെ സ്ഥിരം യൂസ് ചെയ്യുന്ന അച്ചാറുണ്ട്. അപ്പോൾ ഉമ്മച്ചി കഴിഞ്ഞ പ്രാവശ്യം അവരോട് കണ്ണൂർ ഈച്ചു പോയപ്പോൾ പോലെ പേരൻ്റെ അടുത്ത് കൂടെ എന്തോ പോയപ്പം ഒരു അച്ചാർ പാക്കറ്റ് കൊടുക്കുമോ ചോദിച്ചു. അതിന് പകരം ഒരു ലോഡ് അച്ചാറാണ് കൊടുത്തു വിട്ടോ കേട്ടോ ഉമ്മച്ചിക്ക്. ഉമ്മച്ചീസ് അച്ചാർ കൊടുത്തു. ചിക്കൻ പിക്കിൾ, സ്ക്വിഡ് പിക്കിൾ, നീരാളി പിക്കിൾ, ഫിഷ് പിക്കിൾ, മതിട്ടമ്മ ബീഫ് പിക്കിൾ, ക്ലാം പിക്കിൾ, പ്രോൺ പിക്കിൾ. അപ്പം അപ്പോൾ ഹോട്ട് ആൻഡ് സ്വീറ്റ് മാംഗോ പിക്കിൾ, പപ്പായ പിക്കിൾ, ലെമൺ പിക്കിൾ. അതായത് ഒരു ലോഡ് പിക്കിൾ. ഇത് ഫുള്ള് ഇവിടെ തിന്നാലല്ലോ കേട്ടോ. ഇവിടെ നമ്മളെ ചെക്കന്മാർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും കൂടി കൊടുക്കാനുള്ളതാണ്. സോ ഇവരാണ് നമുക്ക് അച്ചാർ തന്നു കേട്ടോ. ഉമ്മച്ചീസ്. അതെ, എല്ലാവർക്കും ഉള്ളതാ. ഷാനു എല്ലാവർക്കും, ആർക്കും അങ്ങനെ കൂടിയിട്ടുണ്ടാവും, എല്ലാവർക്കും ഉള്ളതാ. ബാഗുകൾ വെച്ച് തുടങ്ങിയോ? ആരാ? ഷാന? ജിമ്മി ഫിറ്റ് ആക്കണ്ട കേട്ടോ. നിങ്ങള് ഞാനത് പാക്ക് ചെയ്തോണ്ട് നിങ്ങള് വേഗം ജിമ്മിന്റെ അവിടേക്ക് വിട്ടോളിന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അതാകുമ്പോ നിങ്ങൾക്ക് ലേറ്റ് ആവൂല. അതെ ക്യാൻസോ. അപ്പം വീട് വിട്ട് പോവാട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഇടങ്ങാരനാണ്. കാറും ഇത് നോക്കി ഞാനും ചീത്ത അറിയത്. ഞാൻ ഇന്നലെ 5 മണിക്ക് വന്ന് കടന്നുറങ്ങി. ഇപ്പോൾ 2 മണിക്ക് വെച്ച് പിന്നെയും പോണ്. അതാണ് എൻ്റെ ലൈഫ് റുട്ടീനല്ല. അതൊരു നല്ല റുട്ടീൻ എല്ലാവരും ഫോളോ ചെയ്യരുത്. പരിപാടിൻ്റെ ടൈം ഉണ്ടാകുമ്പോൾ അങ്ങനെ റുട്ടീനായി പോണതാണ്. ഒരു പുതിയ പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ പാട്ട്. ഞാൻ പാടിത്തരും എല്ലാവർക്കും പാടിത്തരും. ഇപ്പം പോകണം.
ഈസാൻ അഫീഫ്. അപ്പം ഇത് നമ്മളെ ഇത് കുഞ്ഞോളെ കുട്ടിയാണ് കേട്ടോ. എൻ്റെ വീട് എവിടെയാണ്? വീട് എവിടെയാണ്? അരിഞ്ഞുമുളി. എവിടെയാണ്? അരുങ്കോയിൽ. നിങ്ങൾ എന്താണ് നിങ്ങളുടെ പേര്? നിങ്ങൾ തിരിഞ്ഞിക്ക് ചെയ്യും ലബൂബും കൗത്തലിട്ടാണ്ട്. എന്താണ് പേര്? സമ ഫാത്തിമ. നിങ്ങൾ എന്നാണ് കൂറ്റമ്പാറ എത്തിയത്? കുറേ ആയോ? കുറച്ചായി. എൻ്റെ പേരെന്താ? അടച്ചോനെ നല്ല കുട്ടിയാണ് റബ്ബേ. വാച്ചും കെട്ടി നിൽക്കാണ് എൻ്റെ കുട്ടി. അത് രസമുണ്ടല്ലോ നോക്കട്ടെ. ഇറ്റ്സ് ഗുഡ്. എങ്ങനെയുണ്ട്? ഗുഡ്. എങ്ങനെയുണ്ടല്ലോ റാഷു? സൂപ്പർ. ഗുഡ്. ഫുഡ് ഇപ്പോൾ പൊളിഞ്ഞാട്ടി വീണി പോലെ ഓവറാവും. ആവശ്യമില്ലാതെ ആവും. ഇതെടുക്കണ്ട, എന്തായാലും എടുക്കണ്ട. ഇതെടുക്കണ്ട. കറുപ്പ് എടുക്കല്ലേ? കറുപ്പ് ഷൂ എടുക്കണ്ട. വൈറ്റ് എടുത്തോ? അടുത്തു. ഇതിൻ്റെ ഹെഡ്ഫോൺസാ? അപ്പോൾ അവിടെ ഉള്ളതോ? അതിൻ്റെ ഇതെൻ്റെ ഇതിൻ്റെ. അപ്പോൾ ഈച്ചുൻ്റെ ആണോ? നമ്മളെ തൊടുവപ്പാളികൾ. എന്തായാലും തൊടുവപ്പാളി അറിയാം. എനിക്കെന്താ അറിയാം, അങ്ങനൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് എന്നെ സ്വയം ശ്രദ്ധിക്കാനുള്ള ടൈം കിട്ടില്ല. ആ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അഫിയ തിരിച്ച് ദുബായ് പോയാൽ തിരിച്ച് കൊണ്ടുവരാതെ മടങ്ങിയിട്ടുണ്ടാ? ഉണ്ടാ എടുക്കണ്ട. അപ്പം ഇത് സ്പെസിക്സ് ആണോ ഓരോ ബ്രാൻഡ് നമുക്ക് തന്നാട്ടാ. ഒന്ന് അൺബോക്സ് എന്റെ കൂട്ട തണ്ണി കുട്ടായതുപോലെ ഇത് പൈസ ഒന്ന് കൊണ്ടോ അജിതൊന്ന് കൊണ്ടോ ഐഫോൺ ഇതെടുക്കല്ലോ ഇതുവരെ. അപ്പം ഐപോഡ് ടച്ച് 6th ജെന്നിൻ്റെ അതിൻ്റെ ഫുൾ ഇത് സീൻ ഗിഫ്റ്റ് ആയിട്ടാ. iPod Touch 6th generation is Apple's last but one model in the iconic iPod Touch lineup. Launched in July 2015, it remains a fun, capable and compact Apple device ideal as a music jukebox, media player or kids gadget. Music is so special. The sensational Hanan Shah started career from the cover song and then reached out to movies and more to go. iPod is the best device that can be much connected to Anu's life and career. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ, ലോഗോ ബോർഡ്, ഹോം ബട്ടണ്, ഹെഡ്ഫോൺ ജാക്ക്, ചാർജർ ജാക്ക്, സ്പീക്കർ, പവർ ബട്ടണ്, റിയർ ക്യാമറ, വോളിയം ബട്ടൺസ്, ഇതൊക്കെ ചെയ്ത് വിത്ത് ഐപോഡ് ലിസണിങ് ടു മ്യൂസിക് വിൽ ബി നെവർ സെയിം അഗൈൻ. സ്റ്റീവ് ജോബ്സ്. അപ്പോൾ ആപ്പിളിൻ്റെ മുതലാളിയാണ് പറഞ്ഞിട്ട് നമ്മളൊരു ഫാമിലി ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഇത് ഡിസൈൻഡ് ബൈ സ്പെസിക്സ്. ഇവരാണ് വന്നിട്ട് ഈ ഒരു അടിപൊളി സമ്മാനം, സൂപ്പർ സമ്മാനം. ഇതൊക്കെ എവിടെയും കൊളത്തിടാ കൈപ്പാടിന്ന് മാറുന്നത്. അപ്പോൾ താങ്ക് യു, ഇവർക്ക് താങ്ക്സ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. സ്പെസിക്സ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ആണെന്ന് എടാ പൊന്നാര ഈച്ചോ പൊന്നാര അഫിയെ നിങ്ങളെ ബാഗ് കേറ്റണ്ടേ? എവിടുന്ന് ഞങ്ങള് പോവാണ്. ആ ഞങ്ങളൊക്കെ ഒറ്റക്കാക്കി പോവാണ്. പോയരാ. ബൈ. പോവല്ലേ ബാഗൻ സാർ? സൗദി എപ്പോഴാ ഉമ്മന്നാ? ആ ഫ്രണ്ട് കിട്ടിയാ? ഇല്ല. ഗ്ലാസ്സാ? ഇല്ല, അവിടെ പോണ്ട. കുഴപ്പമില്ലല്ല. ഇടുവാ, വാ വാ വാ.
പോയിട്ടമ്മ കള്ളാ പാസ്പോർട്ട് എടുത്തില്ല ഫിഫ ഉമ്മ എടുത്താണ്ട് ഇങ്ങോട്ട് തന്നെ പോകേണ്ടി വരും കേട്ടോ കരിപ്പൂരി തുണിയും കുപ്പായം ഇവിടെ വെച്ച് പോകുകയിനി അത് നമുക്ക് പറയട്ടോ വണ്ടി പോകുമ്പോ ആ കഥ ഇല്ല, ആ ഫീഫിനെ എയർപോർട്ടിൽ പിടിച്ച കഥ ഇപ്പൊ പറയൂട്ടോ ഇപ്പൊ പറയുന്നത് വണ്ടി കയറി ഉടനെ പറയും അത് മറ്റേ ഇയാളെ കേട്ടോ മറ്റേ എന്താണ് എന്താണ് പേര് ഇപ്പൊ പറയാൻ പറഞ്ഞാൽ മതി ഇനി അറിയാം അല്ല കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കേണ്ട കമന്റ്സിൽ എന്താണ് ആ വഫീഫിനെ കുറിച്ച് എന്താണെന്നില്ലേ ഓ കമന്റ് റീഡറെ എല്ലാ കമന്റിൽ എന്ത് വന്നു ഇപ്പച്ചി പറഞ്ഞു കേട്ടോ ആ ജിമിനത്ത് കിട്ടോളേ ധൈര്യമായി അതാ ഉമ്മച്ചി ധൈര്യമായി കമന്റ് ഇട്ടോളൂ വായിക്കാൻ ആളുകളല്ലേ ഞാൻ പറഞ്ഞോളൂ പോയരട്ടോ പക്ഷെ കൊറേ ഇതായിരുന്നു വേഗം വേഗം ഇടണം അടിക്കടിക്കൊന്നും പോകാൻ വയ്യ മിസ്സാവുന്നെ എല്ലാവർക്കും പെര മൊത്താ പോണത് അതാണ് ബ്രോ ചോദിക്കട്ടെ ചോദിക്കട്ടെ ഞാൻ പോകുമ്പോ എങ്ങനെ ഉണ്ടാവും പിന്നെ ലൈഫ് കാക്ക എപ്പോഴും പോണല്ലേ ആ കൊറേയൊക്കെ ശീലായി പക്ഷെ എന്നാലും ഇങ്ങനെ ഇവിടുന്ന് കാക്കുവന്ന് വിളിച്ചുമ്പോ കാക്കുണ്ടാവില്ല അല്ലേ അപ്പൊ ഒരു ചെറിയ ഇടങ്ങാറല്ലേ എന്താ വണ്ടി ദുബായിന്ന് എന്തും കൊടുത്താൽ മതി എന്തേലും കൊടുത്താൽ മതി കൊടുത്തിട്ടില്ലേലും കുഴപ്പമില്ല ആ എനിക്കറിയാം അപ്പൊ ഇത് അങ്ങനത്തെ ഒരു കുട്ടിയുണ്ടോ കൊടുന്നാലും കുഴപ്പമില്ല കൊടുത്തിട്ടില്ലേലും കുഴപ്പമില്ല കിട്ടുമ്പോ മുതലാക്കുന്നുള്ളൂ പക്ഷേ എന്നാലും പാവാണ് എന്റെ പോയിരട്ടോ ബൈ ബൈ ഓ ബ്രദർ ഡോണ്ട് ഷോ മീ ദാറ്റ് ഫേസ് അതെടുക്കാനുള്ള ഒരു വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ണിനെ ഇടങ്ങാറാക്കുന്ന കാഴ്ചയാണ് അതിൻ്റെ ഉള്ളിൽ ഒരാൾ നോക്കിക്കണ്ടിട്ട് നമ്മളെ എവിടേക്കാ പോണെന്നുള്ള മൂഡിൽ ഹഫി വരും 4 ദിവസത്തിൽ വരും ഇൻഷാ അല്ലാ മുത്തേ മാർക്കോ മാർക്കോ മുത്തേ ഞങ്ങളെ വീട്ടിലെ നായകനാണിട്ടത് നായകൻ മാർക്കോ ബാബാ കെൻസോ യോ ഇതാരാ മുപ്പ താഴത്തങ്ങാടി മാനുപ്പ താഴത്തങ്ങാടി സീൻ ലുക്ക് രസമുണ്ടല്ലോ അത് നല്ല കാന ഇത് നല്ല കാനാണ് ക്ലാസ് നീ എങ്ങനെ ഇവിടെ വന്നു നടന്നു വന്നു പോയരാ ഇതിനടുത്തു ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നല്ലേ സെറ്റല്ലേ അപ്പൊ എടാ ഇന്നലെ പരിപാടി തിരക്കപ്പെട്ട് ബാബാ കെൻസോ മാർക്കോ സങ്കടം കൂടെ കേട്ടോ ഇന്ന് ഫുൾ ടുഡേസ് നോട്ട് ഹാപ്പി മൂഡ് ഫോർ മാർക്കോ മാർക്കോ ബൈ ബൈ മാർക്കോ പോയരട്ടാ മാർക്കോ ഓ ബാബാ അതിന് ഇരിക്കപ്പുറത്ത് കിട്ടണില്ല അഫീഫ് ഏതാ ലുക്ക് നോക്കട്ടെ ആ ആ ആ ആ ആ പട്ടിന്റെ ക്രൗഡ് ഫണ്ട് ഇട്ടാണ് പട്ടിനെയോ ആ ക്രൗഡ് ഫണ്ട് ഇട്ടാ എൻ്റെ പൈസ എത്ര എൻ്റെ പൈസ എടുത്തോളി നിങ്ങൾക്ക് പൈസ എത്ര വാങ്ങിച്ചെടുത്തോളി നോ പ്രോബ്ലം മാർക്കോ മാനേജ്മെന്റ് പൈസ എന്തിങ്ങനെ അങ്ങനെ പട്ടിനെ വാങ്ങണം മുതൽ എന്നെ പറ്റിച്ചാണ് പട്ടിനെ വാങ്ങാനുള്ള പൈസ എൻ്റെ അടുത്ത് വാങ്ങി കൂട് വെക്കാനുള്ള പൈസ എൻ്റെ അടുത്ത് വാങ്ങി ഇപ്പൊ പട്ടിന്റെ മെയിൻ്റനൻസ് ഹോസ്പിറ്റൽ ഫീ ഫുള്ള് ഞാനാ എല്ലാം ഞാനാണ് നോക്കണത് അതെന്താ കുട്ടി അല്ല മാനേജ്മെന്റ് പൈസ എന്താ അറിയോ മാനേജ്മെന്റ് ഫണ്ട് കിട്ടണം കിട്ടിപ്പോരണം അപ്പൊ ഇൻഷാല്ലാ ഗായ്സ് നമ്മൾ ഇങ്ങോട്ട് വാ അപ്പം ഇൻഷാല്ലാ സുഹൃത്തുക്കളെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് നമ്മൾ പോയി വരാം എങ്ങോട്ടാന്ന് പറഞ്ഞിട്ടില്ല പോയി വരാം അല്ലേ മെല്ലെ ഇറങ്ങല്ലേ എങ്ങോട്ടാന്ന് പറഞ്ഞിട്ടില്ല അതില്ലേ ഒരു 10 വട്ടം പറഞ്ഞു ഇപ്പൊ തന്നെ എന്നിട്ട് വേണ്ടത് പറഞ്ഞിട്ടില്ല അറിയണ്ടോ എന്നിട്ട് കമന്റിൽ ഇങ്ങനെ ടൈം ദുബായി പോയി വെറും ഇവിടെ വന്നിക്കണോന്ന് അല്ലേ ഫുൾ ബ്ലാക്ക് കേട്ടോ ഫുൾ ബ്ലാക്ക് അപ്പം എന്തായാലും നമ്മൾ പോവുകയാണ് എന്തായാലേ നമ്മളിത് കോംബോ ഇടണല്ലോ കിട്ടപ്പോ എല്ലാരും വൈറ്റ് ഇജ് വൈറ്റ് ഞാൻ വൈറ്റ് നിയാൾക്ക് വൈറ്റ് ജുബേർക്ക് വൈറ്റ് എല്ലാരും വൈറ്റ് പിന്നെ മറ്റേ സാഫ്രോമന്തിന്റെ പരിപാടിക്ക് വണ്ടി കയറി ഓരോരുത്തർ ജീൻസും
ഓരോരുത്തരടുത്ത് കയറി. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ മെല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ. ബാക്കി വിശേഷങ്ങളും വിവരങ്ങളും കാണാം. ഞാൻ ഇതെങ്ങനെ അയച്ചു തരും നിങ്ങൾക്ക്? എങ്ങനെ അയച്ചു തരും? അപ്പോൾ സുഹൃത്തുക്കളെ എൻ്റെ കൂടെ 3 സുഹൃത്തുക്കൾ ഒച്ചണ്ടാക്കലുണ്ടോ? എന്താ കൊണ്ടോട്ടി കാളോത്ത് ഭാഗത്ത് നിന്നും ഷനൂബലിന്റെ വീടിന്റെ അടുത്ത് നിന്നും നമ്മളെ കൂടെ വന്ന് ചേർന്നിട്ടുണ്ട്. പേരെന്താണ്? അപ്പൊ മെഹവിൻ, റന്ന, ഇഷന്റെ ഒപ്പാണ് ഞാനുള്ളത്. എങ്ങോട്ടാണ് നിങ്ങൾ വൈകുന്നേരത്തിൽ ഈ യാത്ര? മദ്രസ്ക്ക് പോയി വരികയാണോ? പോവാണോ? എന്താണ്? ഫ്ലവർ ഷോയോ? മദ്രസിലോ? മാഷാഅല്ലാ, സൂപ്പർ പരിപാടിയാണല്ലോ. എന്നിട്ട് പഠിച്ചാ സെറ്റാണോ? ഓക്കെ. ഫ്ലവർ ഉണ്ടാക്കിട്ട് കാണിച്ചു തരണം കേട്ടോ. കൊണ്ടേയാ ബീച്ച് ബാക്കിൽ കടന്നിറങ്ങ. ഡിക്കില് ബീച്ചിലൊന്ന് കാണിച്ചു കൊടുത്താ ഇതില് ഡിക്കില സ്ഥലമായിട്ട് പെട്ടിയാളപ്പം കയറി കടന്നു. അനിമൽ ഫോട്ടോഗ്രാഫി ഇത് കണ്ട. അപ്പോൾ ഇത് പൈസ വരാൻ വേണ്ടിയിട്ട് അജീവത് എന്ത് ചെയ്യണം, വളർത്തണ പുതിയ സംഭവം കേട്ടോ. പച്ചപ്പുൽച്ചാടി ഫണ്ട് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, വേറെ രീതിയിലൊന്നും ഫണ്ട് വരില്ല, പണിക്കോയിട്ട് പണി ശരിയാവില്ല. അങ്ങനെ ആ കുടുങ്ങിക്കുമ്പോൾ ചെയ്തു പച്ചപ്പുൽച്ചാടിനെ പിടിച്ചാണ്ട് ഇപ്പം എന്ത് ചെയ്യുക, പാലും പായൊക്കെ കൊടുത്താണ്ട് നന്നാണ്ട് വളർത്തുകയാണ് ഇപ്പോൾ. അതിന്റെ കണ്ണൊക്കെ സൂം ചെയ്ത് ഫോട്ടോ എടുക്കേ. ഫോട്ടോ എടുക്കുന്നേ ഇതാണ്. അപ്പൊ പുൽച്ചാടിനെ മോൻ കാണാത്തൊരു കണ്ടോളിട്ടാ. ഭീകരനാണ് പുൽച്ചാടി. സാധാരണക്കാരനല്ല കേട്ടോ, സ്വല്പം ഭീകരനാണ് പുൽച്ചാടി. അപ്പൊ നമ്മള് നമ്മൾ ഷനൂബലിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ KP, അജ്വദ്, അതിനു ആഫി, ഈച്ചു, ചെങ്ങന്മാരൊക്കെ ലേറ്റ് ആക്കിയാണ്ട്. മക്കളെ ബൈ ബൈ. ഓ വന്നില്ല. ഇതിലൊക്കെ എന്താ ബഹുമാനപ്പെട്ട അച്ചു നമ്മളെ കൂടെ വരുന്നുണ്ട്. ആ വരി പറയല്ലേ, സ്ഥലം പറയല്ലേ. അൺലോക്ക് ചെയ്തിക്കണേ. എടാ ഇവിടെ ഇപ്പൊ ബ്ലോക്ക് ആവും. നമ്മളിത് പാരമ്പര്യ കാത്തു സൂക്ഷിക്കുക, എല്ലാം ബ്ലോക്ക് ആക്കി. ആ ബസ് ഒന്ന് ഫുള്ള് ആൾക്കാരെ എങ്ങനെ എത്ര ക്ലിയർ പുൽച്ചാടി വേർത്തുകളുണ്ടോ? ഞാൻ ഇവിടെ എത്തിയിട്ട് കാണാം. ടീഷർട്ടാ മനാഫേ, കേക്കാമോടാ? കേട്ടുകൊണ്ടിരിക്കാമോ മനാഫ്? ടീഷർട്ട് എമ്മു യെല്ലോ XL ഒക്കെ എടുത്തോ. അങ്ങനെ മര്യാദക്ക് പറയും. തിരിച്ചൊന്നും കേട്ടില്ല. അതെന്റെ ഭാഗ്യം കേട്ടോ. കൂടെ ഇറങ്ങി കൊടുത്ത് അപ്പൊ നമ്മളെ കുട്ടികളുണ്ടാക്കിയ ഫ്ലവർ ആണ്. ഫ്ലവർ ഷോക്ക് വേണ്ടി നമ്മളെ കുട്ടികളുണ്ടാക്കിയ ഫ്ലവറാണ്. ഇത് ഷാനുവിന്റെ മൂത്താപ്പാന്റെ ചക്കറാണ് കേട്ടോ. മൂത്താപ്പാന്റെ മകനാണ്. എന്താ വർത്താനോ? അതേ മാനറിസം കേട്ടോ നിങ്ങൾക്ക്, അതേപോലെ ഉണ്ട്. ആ ഒരു ഷാനുവിന്റെ പാന്റിയും ഓലൊക്കെ അതേ കുറച്ച് പൈസ ഉണ്ട്. ഷാനോട് പറഞ്ഞോ വരാൻ പറഞ്ഞോ? ആ എടാ നമുക്ക് എന്നാ വിട്ടാലോ? നമുക്ക് നടന്നാലോ? നമുക്ക് മെല്ലെ നടന്നാലോ? ഈ ലെഫ്റ്റ് കയറിയിട്ട് പോകണ്ടോ? ട്രാഫിക് റോഡ് വളരെ കുറച്ച് മോശം പോലെ നമ്മള് ആയിക്കൂടെ പോണല്ലേ. ഒന്ന് തിരുവോണാണ്, നല്ല ട്രാഫിക് ഉണ്ടാവും. ഇവിടെ ഇറങ്ങാ ഈ ഇറക്കിറങ്ങിട്ട് വലത്തോട്ട് ഒരു 20 മീറ്റർ ലെഫ്റ്റ് KP ലോഞ്ച് ഓഡിറ്റോറിയം ഇല്ലേ, ആ റോഡ് കയറി പോണല്ലേ.
ഗൈസ് അപ്പം മദ്രസിലെ ഒരു പറ്റം കുട്ടികളതാട്ടോ അവിടെ നിന്ന് മുകളിൽ നിന്ന് ചിറാപ്പുഞ്ചി മഴയത്ത് പാടി ചാറ്റ് വരുന്നുണ്ട്. ചാറ്റ് കൊടുക്കുക, എല്ലാവരും ചാറ്റ് കൊടുക്ക്. മദ്രസിൻ്റെ മുകളിലാട്ടത്. കാണിച്ചെടുത്തേക്ക് കേറി ഇന്ന് 6 മണിക്ക് കയറണം എയർപോർട്ടിലേ. ലേറ്റ് ആയി 15 മിനിറ്റ് ഉള്ളൂ. ദുബായ്. ഓക്കെ ബാ. ക്യാൻസൽ ചായ ഉണ്ടേ? ഷാനുല്ലേ? അർഷെത്തിയാ? അർഷ്യ ചോദ്യം വന്നിട്ടാ ബ്രോ? എയർ അറേബ്യ ഞങ്ങൾക്ക് 8:30 എയർ അറേബ്യ. എപ്പോൾ കയറണം? 6:30 ഓക്കെ. 10 മിനിറ്റ് കാണാം. സീറോ. അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ സാധാ ചായ. അപ്പം നമ്മളൊരു ചായ ബഹുമാനപ്പെട്ട നിയാൽക്ക് വന്നിട്ടുണ്ടാ? ഒന്നും പറയുന്നില്ല. ഇന്ന് നിനക്ക് നോക്കില്ല. അപ്പൊ നിയാലൊരു റെയിൻകോട്ട് മേലെ കൂടെ ഇട്ട് വരുന്നുണ്ട്. വന്നിട്ടുണ്ടാ? റെയിൻകോട്ട് ചെത്തിയാണ്ട് മേലെ കൂടെ ഇട്ടിക്കണേ. സീൻ കോസ്റ്റ്യൂം ഇതെത്താ? എന്തിനെങ്ങനെ കെട്ടുപോണേ? ഓ പൂച്ചക്കുട്ടികള്. ഇതിന്റെ ഇമ്മ ഇവിടെ? അല്ലാ, ഇമ്മ എവിടെ വെക്കടാ? CCTV പൂച്ച നോക്കിക്കണേ. കുട്ടികളെ കുട്ടികളെ നിയാലിഞ്ഞ് ഷോല് കയറണ മുതലേ ഗഗപ്പമ്മ എന്താ അച്ചെടുത്തു. ആ ഫോട്ടോ ഒക്കെ വരി. ഞാൻ തന്നെ എടുത്തരാം. നോ പ്രോബ്ലം. ഞാൻ തന്നെ എടുത്തരാം. കൈകാലൊന്നും മറക്കണ്ട. അപ്പൊ ബഹുമാനപ്പെട്ട അച്ചു അനീസ് അവർകളൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു. ഹായ്. മുതലേ ആരുടെ കൂടെ മുതലേ അതാ പറഞ്ഞത്. എടാ സർക്കസ് അല്ലട്ടാ, നമ്മളെ പരിപാടിയാണ് നീയാലേ. ഒരു ഫോട്ടോ എടുക്കണം ഒരു ടീമിന്. അതിന് വേണ്ടി എടുത്തതല്ലേ? ബാറ്റ് എടുത്തലെന്നാ അതുവരെ വെട്ടിങ്ങനെ കൊള്ളണ്ടല്ലോ. ഹായ്. വിശേഷം? ആഫിയ ഡ്രസ് കിട്ടിയാ? ആ ബാഗില്ലേ? അതൊന്നും എടുത്തണ്ടേ. അർഷ്യ ആ 2 ബാഗ് അങ്ങോട്ട് എടുത്താ. ജിമ്മി ആ പൈസ കൊടുത്താ? എത്ര എല്ലാരും കിട്ടി? ഇത് എടുക്കുക മലമ്പുഴ ഡാമുക്ക് പോവാ. LKG കുട്ടികളെ മറ്റേ കോട്ട് സൂട്ടൊക്കെ ഇട്ട്. ജിമ്മി എടാ കഴിച്ചു എന്ന് പറഞ്ഞെടുത്താണ് എല്ലാവരും. അത് കൊടുത്താ നമ്മളൊക്കെ ചായ നമ്മളെ ഓൺ ടൈം പോന്നു. ഷാന് പോലെ ഫിറ്റ് ആക്കല്ലേ ഞങ്ങളെ. ഇവിടെ എത്തിയേക്കുമ്പോ ഷാന് മാറ്റിയിട്ടില്ല. അതെന്താ അറിയില്ല എനിക്ക്. ഈ 2 ബാഗിൽ നിന്ന് സാധനം എടുക്കാണ്ടിനി. ആദ്യമായിട്ടാണ് അഫിയ. എന്താ പറഞ്ഞ അഫിയെ? അജോതൊന്ന് പിടിച്ചോ. അജോത ഞാൻ അവിടെ തന്നെ അങ്ങനെ നിൽക്കട്ടോ. അതെ നിങ്ങളെ ഏതെങ്കിലും ബാഗിൽ കൊള്ളിച്ചാൻ പറഞ്ഞോ.
ഹർഷിത് പിടിച്ചാ അത് പിടിച്ചാ ഒരു എയർപോർട്ട് പോക്കാണ് ഈ കാണുന്നത് കേട്ടോ. ബാഗൊക്കെ ഇവിടെ എത്തിയിട്ടാണ് തയ്യാറാക്കുന്നത്. എടാ കോപ്പിറൈറ്റ് കിട്ടുമോ? ഒന്ന് നല്ല സോങ്ങിലാണ് പാട്ട്. കിട്ടുന്നോ കിട്ടുന്നോ? ഓണക്കുപ്പായം വേണ്ടേ ഇവിടേക്ക്? ഓണക്കോടിക്കൊപ്പം 1.5 കോടി. ഷാനൊന്ന് വിളിച്ചു നോക്കി. അച്ഛോ ഇതൊന്ന് പിടിച്ചാ. ഞാൻ ഓരോരുത്തർ ഇതൊക്കെ പിടിച്ചിട്ടോ. ഇതൊക്കെ എൻ്റെ വണ്ടിയിൽ ഇട്ടച്ചാൽ മതി. അതൊക്കെ റിട്ടേൺ പോവാനുള്ള. ആ എടാ എന്താ ഇങ്ങനെ പിടിച്ചു? ഇങ്ങനെ ചോക്ക് ഇങ്ങനെയൊക്കെ. മലയാളി പെണ്ണെ നിന്റെ അതിന് വരില്ല. പിന്നെ മൈക്ക് പെടല്ലേ എന്നിറങ്ങിക്ക് അലമ്പാക്കല്ലേ. ഓണം ഡ്രസ് ഓണം പരിപാടിക്കല്ലേ നമ്മള് പോണത്? അല്ല എല്ലാരും ഇടണ്ടേ നമുക്ക് ഇടാന്? എല്ലാരും ഇടണില്ലേ നമ്മൾ ഇടണ്ട? അർഷേ ആ ഐക്രോസിന്റെ ചാവി ഐക്രോസ് തന്നെ ഉണ്ടാവല്ലോ. അർഷേ അതൊക്കെ തീക്കട്ടെ. അർഷേ അത് തീക്കട്ടാ. അജുവിന്റെ അടുത്ത് കുറച്ച് ഡ്രസ് കൊടുത്തിനല്ലോ. അത് പിടിച്ച് അടിച്ചപ്പം ഇവന്റെ ഇതോ ഫുൾ ജനാണല്ലോ. എല്ലാവരും തെറ്റിദ്ധരിക്കോ? ദീ കിട്ടാമല്ലോ. ഉള്ളിയോടെ തന്നാ മതി. അഞ്ഞിട്ടോ അഞ്ഞിട്ടോ കുഴപ്പമില്ല. കുഴപ്പമില്ല ശബ്ദമായ കുഴപ്പമില്ല. നിലത്ത് കിട്ടില്ല കേട്ടോ. എടാ എന്റെ വണ്ടി തുറന്നാണ്. ഞാൻ അങ്ങനെ ദുബായിക്ക്. ഹലോ ഹലോ ഫ്ലൈറ്റ് എടുക്കല്ലേ? ഹലോ വിമാനം എടുക്കല്ലേ? പാക്കിംഗ് ഒന്നും ഇല്ല. അത് മതി മതി അത് മതി. സമയമില്ല അച്ചോ. സമയം വേണ്ടേ? ഇനി എയർപോർട്ടിൽ പോയിട്ട് തരംതിരിക്കല്ലേ? പെണ്ണുങ്ങളുണ്ടാ? ഹായ്, എന്താ വർത്താനം? സുഖല്ലേ? വണ്ടി എടുത്താലോ? നിമിഷം പൈസ എടുത്താ? അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കണേ. 2 ചാർജർ 2 മുട്ടിട്ടോ. കൂളിംഗ് ഗ്ലാസ് ആണോ ഇത്? എടുത്തോ വെച്ചോ. ഇല്ലല്ലോ ഇതിൽ വെച്ചോ. അടുത്തൊന്നുണ്ട്. അന്നോ വേണ്ട. എൻ്റെ അടുത്ത് 2 എടുത്തു.
പ്രോഗ്രാമിൽ ഞാനാ കൂടെ വരുന്നത്. ഷാനുവിനെ വിളിക്കാൻ പറയാം. ഷാനു ഫോൺ എടുക്കണ്ടായിരുന്നു. ഷാനു കുറച്ച് ലേറ്റ് ആയി. വരുന്നുണ്ടല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞാൽ പോണത് പരിപാടിക്ക് തന്നെ വന്നിട്ട്. ഓക്കെ സാർ, എന്നോട് പറയും ഒരാളുണ്ടാവും പറയുന്നു. ആ ഓക്കെ ഓക്കെ കേട്ടോ. ഓക്കെ, എന്താ പ്രശ്നം? എടാ എന്താ പ്രശ്നം? അനിയനെ സൈൻ ലാഭം കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ കോഴിക്കോട് മേടിച്ചു കൊടുത്തത്. ഇതിപ്പോൾ ദുബായി കൊണ്ടുപോകാം. എടാ ശരിയല്ല, അവൻ്റെ 5 അല്ലേ? ആ ചെക്കൻ പൂതി വെച്ചിക്കൂലോ. അവൻ്റെ 5 എത്ര പൂതി ഉണ്ടാവും? ഞങ്ങൾക്ക് ദുബായിൽ നിന്ന് വാങ്ങിച്ചു തരാം. അതെ, ദുബായി കിട്ടും. ബീലപ്പം വാങ്ങി തരാം. പാവണ്ട് ഈ പാവത്തിന്റെ അറശിവാണെങ്കിൽ വണ്ടി കൊണ്ടേക്കൂടെ, പക്ഷെ എൻ്റെ ഫുഡ് കൊണ്ടുപോലീ. അജുവതെ വണ്ടി ഇങ്ങനെ ഇട്ട് പോകാൻ പറ്റില്ല. ഹായ് ചെക്കന്മാര് പറഞ്ഞേ ആര് ഏക്കന്മാര് ഒന്ന് നേരച്ച പാസ്പോർട്ടൊക്കെ ഉണ്ടോ നോക്കട്ടെ. പാസ്പോർട്ട് ചെറിയ ബാഗില് എല്ലാവരും നോക്കുന്നുണ്ട് നമ്മളെ. ഇത് പേടിയാവാ. അയ്യോ നല്ല ഇതിന്റെ ഹെഡ്ഫോൺസ് അല്ലേ? അത് കയ്യിൽ വെച്ചോ മറന്ന കയ്യിൽ വെച്ചോ. ഇപ്പോൾ എടാ വണ്ടികള് വരി നമുക്ക് ഫ്ലൈറ്റ് ലേറ്റ് ആണ്. അജുവതെ നിങ്ങൾ വിട്ടോളി. ഹായ് ഓക്കെ മുത്തേ. ഇൻഷാല്ലാ സീ യു ബ്രദർ. ഇൻഷാല്ലാ സീ യു ബൈ. ആ വില പോകും. അജുവതെ വണ്ടി എടുത്തോ എന്നാ കാണാം. ഇൻഷാല്ലാ നാട്ടിലെത്തിയിട്ട് കാണട്ടോ. എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? ഒരുപാട് പോലെ. ഹായ് ഓക്കെ. ആ ലുലു കഴിഞ്ഞു. നാളെ അബുദാബി. സൗദിക്ക് ഇൻഷാല്ലാ അടുത്ത നവംബറിൽ. പ്ലാനായില്ല, വരും. ഹായ് വരൂ. എടാ എല്ലാം എടുത്തിട്ടില്ലേ? ഇതായിരുന്നാ ഇടത്തൊരാള് പിടിക്ക്. നീയാലേ അതൊന്ന് പിടിക്ക്. ഓക്കെ കാണാൻ ഇൻഷാല്ലാ. അർച്ച വിട്ടിട്ടോ. ഞാൻ വിളിക്കാം. ഈ നോക്കിയിട്ട് പറയാം, അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ. അർച്ചേ എന്തെങ്കിലും വിളിക്ക്. പോയിട്ടോ. ഹായ് അള്ളാനെ ദാരി ഫോട്ടോ എടുക്കാം. ഞാൻ ഇരിക്കാം. ഹായ് കുറച്ച് തൊപ്പി കൊണ്ടിച്ചിട്ടാ അപ്പോൾ കാണാമല്ലോ. സീ യു ബൈ. ഓക്കെ ഇൻഷാല്ലാ കാണാം. ഇവിടുത്തെ ഫ്ലെക്സ് അല്ലേ? ഓക്കെ സി. എടാ അജുദിനോട് പോലറി അജുദേ ഭക്ഷണം കഴിച്ചോണ്ടി, ബില്ലടച്ചോണ്ടി, ഭക്ഷണം കഴിച്ചോണ്ടി. ഇതിന്റെ ദിമ്മുണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ചോണ്ടി കേട്ടോ. നിങ്ങൾ വരുന്നുണ്ടോ? മനസ്സിലായി. ഓക്കെ
അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ ഒരുങ്ങുകയായി. അപ്പോൾ ഇപ്രാവശ്യത്തെ പോക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. വലിയ പ്രത്യേകത എന്താ വെച്ചാൽ പാട്ടിലിടാ. അപ്പം വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്രാവശ്യം നാട്ടിൽ ആരുമില്ല. അതായത് ആരൊക്കെ പോയി ഷാനു? എല്ലാവരും പോയി. ബാസിൽ പുറത്തു പോയി. ആരോടും പറയാതെ ഒറ്റയ്ക്ക് പെണ്ണുങ്ങളെ കൂടി കിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു പറഞ്ഞു. ബാസിൽ ഒറ്റയ്ക്ക് അസർബൈജാൻ. ബാസിലിനോട് പറയുന്നത് എന്താ വെച്ചാൽ എല്ലാ സ്കൂൾ പൂട്ടിനും എൻ്റെ ഒപ്പം ഞാൻ ഉണ്ടാവും. സ്കൂൾ പൂട്ടണ അന്ന് വരെ എനിക്ക് വർക്കിംഗ് ഡേ ആണ്. സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഇതുവരെ ഒരു സ്കൂൾ പൂട്ടിന് അവനെ കഴിഞ്ഞ സ്കൂൾ പൂട്ടിന് കിട്ടിയില്ല. ക്രിസ്മസ് പൂട്ടിന് കിട്ടിയില്ല. ക്രിസ്മസ് പൂട്ടിന് കല്യാണം സൽക്കാരം തന്നെ അങ്ങനെ പോയി. വലിയ പൂട്ടിന് വേറെ എടുക്കുക പോയി. ചെറിയ ഇപ്പോൾ ഓണപ്പൂട്ടാട്ടോ അതിനും വേറെ എടുക്കുക പോയി. ഇനി ക്രിസ്മസ് പൂട്ടിനും പോകാൻ എനിക്ക് കിട്ടില്ല. അപ്പം ബാസിൽ അങ്ങനെ പോയി. ആരോട് പറയാതെ പോയി. അസർബൈജാനക്ക് ഒരു പോക്ക്. തലേന്നൊരു മെസ്സേജ് ഗ്രൂപ്പിൽ ഞാൻ പോവാണ്, ഞാൻ നാളെ പോവാണ്ടോ. ആരെങ്കിലും ഇനി നിലമ്പൂരിൽ നിന്ന് കൊണ്ടോട്ടി വൈക്ക് പോകുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണ്ടോ, എയർപോർട്ടിൽ കഴിക്കണം. അപ്പോൾ ബാസിൽ അങ്ങനെ പോയി. പിന്നെ നബീല്, സൽമാന് തായ്ലാൻഡ് ഓല് തായ്ലൻഡിലേക്ക് പോയി. തായ്ലൻഡ് യാത്രക്ക് വേണ്ടി പുറപ്പെട്ടു. അപ്പം ഞാനിങ്ങനെ കണക്കൂട്ടി നോക്കുമ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ സാധ്യതയുള്ള ഒരാളുണ്ടായിരുന്നുള്ളൂ. അപ്പം എന്ത് ചെയ്തു, ഒരു മടിയും കാണിക്കാതെ നമ്മളെന്ത് പറഞ്ഞു, അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, ഒറ്റയ്ക്ക് നിൽക്കണ്ട. ഇപ്രാവശ്യം ഈ നേരത്തെ എന്താ ചെയ്യേണ്ടത് ശരിക്കും? അപ്പം ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ ബാക്കിയിലെല്ലാവരും വാ കുഞ്ഞേ വാ വായോ കട്ട് ചെയ്യണ്ട. ഓ വീഡിയോ കോളാ. ഹലോ ഹലോ ചിരിച്ചോളി, ബ്ലോഗിലുണ്ടാവും. ഹായ് ഹായ്. നിങ്ങൾ 15 ഒപ്പച്ചുണ്ടാക്കി എനിക്ക് എന്താ മനസ്സിലാവില്ല കേട്ടാ. ഇത് സ്റ്റെക്കാണല്ലോ, ബിൽ സ്റ്റെക്കായി. ഓക്കെ, അപ്പോൾ ഓള് ദമാമുക്ക് വേണ്ടോ, ഓളെ ഞാൻ ഇവിടുന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഓളെ ഞാൻ ഇവിടുന്ന് പരിചയപ്പെട്ടാ. പിന്നെ ഓളപ്പോൾ ഒരു ചെറിയ കുഞ്ഞി അനിയനും ഉണ്ട്. സോ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടാ, എയർപോർട്ടിൽ നിന്ന് കുറേ ആൾക്കാരെ പരിചയപ്പെട്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സൽമാൻ പോയി, ബാസിൽ പോയി, അസറു ജോർജിയയിലാണ്, അർഷു കാനഡയിലാണ്, ഞാൻ കെ പി, ഈച്ചു, അഫി, നിഹാല്, ജിമ്മി, ഷാനു, ഫാത്തിമ, നമ്മളെല്ലാവരും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇനി ആരുമില്ല, നാട്ടിലാരുമില്ല. അപ്പോൾ ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒറ്റയ്ക്ക് നാട്ടിൽ നിൽക്കണ്ട പോര് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനും ഇപ്രാവശ്യം പാസ്പോർട്ടിന് കോപ്പി ഉണ്ടായിരുന്നു. രണ്ട് പാസ്പോർട്ട് സൈസും ഫോട്ടോ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഒരു വിളി 4:00 എത്തിട്ട് എയർപോർട്ടിൽ. ഇന്നതറിയോ, ചരിത്രത്തിൽ ആദ്യമായി ഷാനുവിന് പാളിയ ദിവസമാട്ടെന്ന്. എന്താണ് ഇന്ന് എവിടെയാണ് അങ്ങനെ പറയുന്നത്? 8:30 ഫ്ലൈറ്റ്, 6:00 കയറിയാ മതി. എന്നിട്ട് ഞങ്ങളൊക്കെ മോട്ടറാക്കി 6 മണിക്ക് എത്തിച്ചു. 5:30 പറഞ്ഞു, 5 മണി പറഞ്ഞു. എന്നിട്ട് നിങ്ങളെപ്പോ എത്തിയേ 5:30. അതുകൊണ്ടാ പറഞ്ഞു ബോസേ ഇപ്പൊ ബ്ലോഗിലാ. ഹായ്, ഇപ്പൊ വിളിക്കാറിട്ടാ. അപ്പം എന്തേലും പരിപാടി രാവിലെ മുതൽ ഇൻലെസ് ഓർഡേഴ്സ് ഉണ്ട്, ഇനി പാക്ക് ചെയ്തു. അതിന് ഓർഡേഴ്സ് നമ്മൾ സ്റ്റോറി കാരണം തൊട്ടില്ല. കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു നമ്മൾ വരുന്നുണ്ടല്ലോ. ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യം നമ്മൾ സ്റ്റോറി ഇട്ട് എന്തേനി ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കലേനി. ഇപ്രാവശ്യം ആൾക്കാർ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു നമ്മൾ വരുമ്പോൾ സാധനം കൊണ്ടുവരി. അപ്പം അത് നമ്മളെ ബ്രാൻഡിൻ്റെ ഒരു ഉയർച്ചയായിട്ട് നമ്മൾ നമ്മൾ കാണുന്നു. അപ്പം ഇന്നലെ കോഴിക്കോട് വന്ന ടൈമിൽ ഒരുപാട് ആൾക്കാർ നമ്മൾ കോഴിക്കോട് ഷോയിൽ 8 ടീഷർട്ട് കൊടുത്തിട്ടുണ്ടായി. അപ്പം എവിടെയൊക്കെ ഷോയിൽ വരുമ്പോഴാണ് നമ്മൾ ടീഷർട്ട് കൊണ്ടുവരുന്നത്. നമുക്ക് ഇനി എല്ലാ ഷോയിലും ഒരു 10 ടീഷർട്ട് എറിഞ്ഞു കൊടുക്കാൻ പറ്റുമോ മാനേജർ? അതാണ് ഷാനിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ടീഷർട്ട് കമ്പനി തുടങ്ങിയതിന് ശേഷം നമ്മൾ അതൊക്കെ ഇവരൊക്കെ വിളിച്ചും, നിയാൽ വിളിച്ചും, ഹർഷി വിളിക്കും, സ്റ്റീൽ വിളിക്കും, ഈച്ചു വിളിക്കും, ജിമ്മി വിളിക്കും. ഈ ടീഷർട്ട് ഉണ്ടോ അണ്ടെടുത്തോ, മറ്റേ ഈ ടീഷർട്ട് ഉണ്ടോ എടുത്തോ. അപ്പോൾ നമ്മളെ ചെക്കന്മാരെല്ലാവരും എന്ത് ചെയ്യുക, ഹിൻലെസ് കൾച്ചർ, നമ്മളൊരു കൾച്ചർ ബിൽഡ് ചെയ്യണം. അതായത് നമ്മളൊരു ടീഷർട്ട് കൾച്ചർ, അത് നമ്മളെല്ലാവരും ഇടണം എന്നുള്ളതാണ് നമ്മളെ ആഗ്രഹം. ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ തട്ടി, ഇന്നും കൂടി ഇട്ടാൽ തിരുമ്പിയിട്ടില്ല. ഞാൻ എൻ്റെ അടുത്താകെ 2 ഉള്ളൂ. അപ്പോൾ ഇൻലെസ് ഒരുപാട് മോഡൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അടുത്ത് പോകാനോ ആ ഒരു സ്വന്തം കമ്പനീൻ്റെ ഓഫീസിൽ പോയി 2 ടീഷർട്ട് എടുത്താൽ അതൊന്നും സൈസ് ആക്കാനുള്ളൊരു ഒഴിവ് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇവൽക്കൊക്കെ കറക്റ്റ് സൈസിൽ അങ്ങനെ സാധനം എനിക്ക് അടിയൊന്നും ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ കൂടെ KPയും ഫാത്തിമ ഉണ്ട്. യു ഗൈസ് എക്സൈറ്റഡ്? എക്സൈറ്റഡ്. അപ്പം ഇന്നലത്തെ സ്റ്റേജ് എങ്ങനെ ഉണ്ടായി? ഇന്നത്തെ സ്റ്റേജ് കിടിലൻ സ്റ്റേജ്. ഇത് ഇവർക്കൊന്ന് പ്രോഗ്രാം ചെയ്യുന്നു.
ഞാൻ പറഞ്ഞു കീഴിലെ സ്റ്റേജാണ് എന്തായാലും പോയിരുന്നു. 1:40 KP നല്ലൊരു സ്റ്റേജ് ഉണ്ട്, നല്ലൊരു പാട്ട് പഠിച്ചു. 1:40 ഏത് പാതിരാത്രി ഞാൻ അവൈലബിൾ ആയിരിക്കും എന്ന് ഞാൻ തെളിയിച്ചു തന്നിരിക്കുന്നു ഈ ടീമിന്. അത് എങ്ങനെ പ്രോഗ്രാം ഉണ്ടായിരുന്നാലും എത്തും ഞങ്ങൾ. അപ്പോൾ ഹനാൻഷ കളക്റ്റീവിൻ്റെ ശ്രേയാ ഘോഷാലും ശങ്കർ മഹാദേവനുമാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. അത് ഞാൻ എവിടെയും പറയും, അത് ഞാൻ വളരെ അഭിമാനത്തോടെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവർ പിന്നെ ശ്രേയാ ഘോഷാലിൻ്റെയും ശങ്കർ മഹാദേവൻ്റെയും പോലെ അത്ര ബിസി അല്ല ഇവർ, എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നലെ ഫാത്തിമനെ ആ പരിപാടിക്കാൻ വിളിച്ചത് രാത്രി 1 മണിക്ക് ഫാത്തിമക്ക് മെസ്സേജ്. ഫാത്തിമ 4:30 4:45 പൊലച്ചക്ക് ഒരു ട്രെയിൻ ഉണ്ട്, ഷാന് മെസ്സേജ് വരാൻ പറ്റുമോ ചോദിച്ചു. 4 മണിക്കൂറുണ്ട്, ആ 4 മണിക്കൂറിലേക്ക് ദുബായിക്കുള്ള പാക്ക് ചെയ്യാം, അടക്കം പാക്ക് ചെയ്തിട്ട് ഫാത്തിമ കേട്ട പാതി കേൾക്കാതെ പാതി എന്ത് ചെയ്തു, കോഴിക്കോട് പരിപാടിക്ക് ഓടിയെത്തി. അതാണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പാഷൻ. അപ്പോൾ ഈ ഒരു ചെയ്യണ പണിയോടുള്ള പാഷൻ കൊണ്ടാണ് ഏത് 1 മണിക്കും 4 മണിക്കും എണീച്ച് പോരാളാ ഒരു തോന്നലുണ്ടാവുന്നത്. KPൻ്റെ ഫോണിക്ക് എത്ര മണിക്കാൻ മെസ്സേജ് വരുന്നത്? 1:45 1:40 ഏകദേശം 2 മണിക്കാണ് KPൻ്റെ ഫോണിക്ക് KP നാളെ പരിപാടി ഉണ്ട് എത്തിക്കോ പറഞ്ഞു. KP അതേപോലെ എന്ത് ചെയ്തു, പരിപാടിക്ക് എത്തി. അങ്ങനെ നമ്മളെന്തായാലും അടിച്ച് കൊളിച്ചു. കോഴിക്കോട് മൊത്തം ലുലുമാളിൻ്റെ പാർക്കിംഗ് മൊത്തം ആൾക്കാരെ ചാൻസ് വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാവരും നിഹാലിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇത് 2 കടവൈക മരങ്ങളാണ് ഈ 2 കുത്തിറക്കണത്. പ്രത്യേകിച്ച് കൊണ്ടുപോയിട്ട് നമുക്ക് കാര്യമുണ്ടോ? കാര്യമില്ല. എന്നാൽ കൊണ്ടുപോകാതെ തന്നെ നമുക്ക് സങ്കടമാവും. അങ്ങനെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ട 2 വിഭാഗക്കാരാണ്. അവിടെ എത്തിയിട്ട് ഓൽക്കും കാര്യമില്ല, ഞമ്മക്കും പ്രത്യേകിച്ച് കാര്യമില്ല. പക്ഷേ എന്താണ്, എപ്പോഴും നമ്മളെ കൂടെ ഇങ്ങനെ കണ്ണേറ് തട്ടാക്കാൻ 2 ആൾ വേണമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുപോകണം. ഒരേ സ്റ്റൈലിലാണ് ജീവിതം, ഒരേ ടീഷർട്ട്, ഒരേ പാൻറ്റ്, ഒരേ വള്ളി, ഒരേ ഹെഡ്ഫോൺസ്. എന്നിട്ട് PUBG ഓണാക്കിയിട്ട് അത് ഇങ്ങനെ മോട്ടർ ചെയ്യാണ്ട് ഗെയിം കളിച്ച് ചിത്രക്കലാണ് ഇവരൊരു പണി. ഈച്ചെടുത്തു ആണോ? നമ്മള് പണി തീർന്നില്ലല്ലേ? ആലോചിച്ച് നോക്ക്. അതായത് ഈച്ചുവിൻ്റെ ഇപ്പോൾ പണി എന്താ വെച്ചാൽ, ഓണം പരിപാടി കഴിഞ്ഞതിന് ശേഷം ഈച്ചുവിന് നമ്മളൊപ്പം കൂടാൻ പറ്റിയിട്ടില്ല. ഫുള്ള് ഓനും തിരക്കപ്പെട്ട് ഇന്നലെ പരിപാടി പെട്ട്. ഇന്നോൻ എന്ത് ചെയ്യും, ഓണം പരിപാടിക്ക് ഓരോരുത്തരെ പിരിപ്പിക്കണം. മാവേലി ഇത്ര, കോസ്റ്റ്യൂം ഇത്ര, പന്തൽ ഇത്ര, പടം ഇത്ര, പൂവ് ഇത്ര, ഈ സാധനം ഫുള്ള് എഴുതി വെച്ച് കൂട്ടി അതിന് എക്സ്പെൻസും അതിൽ എനിക്ക് തോന്നുന്നത് അതിൽ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല ആ പരിപാടിക്ക്. അത്രയും പൈസ പൊട്ടിച്ച പരിപാടി. അതായത് എത്ര രൂപേനി നമുക്ക് പരിപാടി എക്സ്പെൻസ്? അതിന് എത്ര രൂപേനി? 1500 ഓണം പരിപാടിക്ക് 1100 ഒരാൾക്ക്. നമ്മളെ സൈഡിൽ നിന്ന് മാത്രം 60 ആളുള്ളത് ഫ്രീ ആയിട്ട്. ഈ 60 ആൾക്കാരെ പൈസ നമ്മൾ ഓൾറെഡി പ്രോപ്പർട്ടിയിൽ കൊടുക്കണം. നമ്മളെ ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല, 60,000 റുപ്യകൾക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മളെ പരിപാടി എടുത്തത്. ബട്ട് സ്റ്റിൽ ഓണം ഈസ് എ ഗ്രേറ്റ് ഫെസ്റ്റിവൽ. വി വുഡ് ലൈക്ക് ടു സെലിബ്രേറ്റ്. ഇനിയും ഓണം വ്ളോഗ്സും സംഭവങ്ങളും വരാനുണ്ട്. ഒരു പരിപാടിയും കൂടി ഓണത്തിന് വരാനുണ്ട്. സോ ജിമ്മിൻ്റെ ഇന്നത്തെ ഹൈലൈറ്റ്, ഞാൻ ജിമ്മിന് വന്നപ്പോൾ ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിച്ചത്. ഷൂ കാണിച്ചെന്നേ, ഷൂ അവിടെ അതെ. ഓ ജിമ്മിച്ച ഷൂവ്, ഷർട്ട്. മൂപ്പര് ലൈവായിട്ട് വ്ളോഗാണ് കേട്ടോ അവിടുന്ന്. എല്ലാ ദിവസവും യൂട്യൂബിലെ കാണല്. ഓൾ 2 ആളും വാപ്പിയും പോലും എന്താണ് ഫുള്ള് ഞങ്ങളുടെ ഇവിടെ ലൈവ് കണ്ട് ചിരിക്കാട്ടോ. ജിമ്മി ഇതവിടെ ജിമ്മിൻ്റെ സീൻ ഷൂ. അപ്പോൾ നമ്മൾ താമരശ്ശേരിയുള്ള ബേസ്മെന്റ് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് ഈ ഷൂ വാങ്ങിയിട്ട്. കാണിച്ചു കൊടുത്താ ബേസ്മെന്റ് അടിപൊളി ഷൂ. അഫിയ ഷൂ കാണിച്ചു കൊടുത്താ? അഫിയാൻ്റെ ഷൂ കാണിച്ചാ? അഫിയ ചെവിയെ കണ്ട ചങ്ങായിക്ക് എങ്ങോട്ടാണ് പുതിയ തലമുറൻ്റെ പോക്ക്? അതാണ് അഫിൻ്റെ ഷൂ കേട്ടോ. അഫിൻ്റെ ഷൂവും ബേസ്മെൻറ്റിൽ നിന്നാണ് വാങ്ങിയത്. തിരിച്ചു അങ്ങോട്ട് കൂടി. അഫിൻ്റെ ഷൂവും സൂപ്പർ ഷൂ ആട്ടോ. അതിൻ്റെ അഫീഫെ ഓം കാല് പിടിച്ച് ഇങ്ങനെ ആക്കിയിട്ട് ഗെയിമൊന്നും അവൻ്റെ പൊടി വിടണില്ല. അഫീഫെ എന്നെ ഇപ്പോൾ മറ്റേ പട്ടാളക്കാർ വന്ന് ഇതാക്കൂട്ടോ. അച്ചു ആദ്യത്തെ UAE യാത്രയാണല്ലോ, എങ്ങനെ നോക്കി കാണുന്നു? കണ്ണുകൾ കൊണ്ട് നോക്കിയാണ്. നീ എങ്ങനെ വന്നു? നടന്ന് വന്നു. നല്ല പുതിനേനി ഒരുപാട് ഇപ്രാവശ്യം കലഫ് ഫ്രീ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് കലഫ് നാട്ടിലുണ്ട്, അബുദാബിയിൽ കൊട്ടാരത്തിൽ ജീവിക്കാം. സോറി ക്ഷമിക്കണം, ഞങ്ങൾ കലഫ് ഉണ്ടെങ്കിൽ കൊട്ടാരത്തിൽ മാത്രമേ ജീവിക്കുള്ളൂ. ഇല്ലെങ്കിൽ പായക്ക് വിരിച്ച റോഡ് സൈഡിലൊക്കെ ചായ നമ്മൾ എവിടെയും കിടക്കുമ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നോക്കാം ഇൻഷാല്ലാ. നമ്മൾ ഇപ്രാവശ്യം കുറച്ചധികം ആൾക്കാരുണ്ട്. നമ്മൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഒമാനിൽ
മസ്കറ്റ് അല്ലേ? മസ്കറ്റിലല്ലേ നമ്മൾ? മസ്കറ്റ് ആ 6 അബുദാബി, അത് ഫുൾ ഷോ ആണ് കേട്ടോ. അതായത് ബാൻഡ് ആയിട്ടുള്ള ഷോ. 7 ഒറ്റക്കാണ്. 7 ഒറ്റക്കാവും. 7 തന്നെ ഒറ്റക്കാണ് വരുന്നത്. ഐ വിൽ ബി കമ്മിങ് അലോൺ. അത് കുറച്ച് നേരത്തെ പെർഫോമൻസ് ആവും എനിക്ക് ഉണ്ടാവട്ടെ. അത് ഷാർജയിൽ. 11 പിന്നെയും ഫുൾ ടീമാണ്. അത് ഒമാനിൽ ഫുൾ ടീമാണ്. പിന്നെ പിന്നെ നമ്മൾ പറയാം. പിന്നെ നമ്മൾ നോക്കിയിട്ട് ഇൻഷാല്ലാ പറയാം. അപ്പം അങ്ങനെയാണ് പ്ലാൻ. പിന്നെ കുറച്ച് പ്ലാൻസ് ഉണ്ട് അബുദാബിയിൽ, അവിടെ ഇവിടെയൊക്കെ കുറച്ച് വർക്കിൻ്റെ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് നമ്മളെ പ്ലാൻസ്. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് വരാനുള്ളത്, എങ്ങനെയാണ് പോക്ക്, കാര്യങ്ങൾ, ഫ്ലൈറ്റ് കയറിയിട്ടുള്ള വിശേഷങ്ങളും പറഞ്ഞിട്ട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ വ്ളോഗ് നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും ദിവസം ഞാനായാലും ഹനാനായാലും നമ്മളിപ്പോൾ നിഹാലി പോലെ ആരായാലും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ചായി എന്ന് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് അതിനുള്ള ടൈമും കാര്യങ്ങളൊന്ന് മൈൻഡ് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള ടൈമും കാര്യം നമുക്ക് കിട്ടാനായിട്ട് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇനി എന്തായാലും ഇൻഷാ അള്ളാ പുതിയ വ്ളോഗും കാര്യങ്ങളും വരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ഇത്രയും ദിവസം നൽകിയ സപ്പോർട്ടും കാര്യങ്ങളും ഇനി ഉണ്ടാവുക. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗായിട്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ ബൈ.